അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. ആ സഹാബി വാ ദുനൂബ വാ ദുനൂബ എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയെ അടുത്തു വിളിച്ചു. നീ എന്തിനാ വാ ദുനൂബ എന്ന് പറയുന്നത്? വാ ദുനൂബ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, എന്റെ ദോഷങ്ങൾ, ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. വാ ദുനൂബ, എനിക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചു പോയി, എന്നിൽ നിന്നും ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചു പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന അർത്ഥം വരുന്ന രീതിയിൽ വാ ദുനൂബ എന്ന് പറഞ്ഞിട്ടാണ് ആ സഹാബി കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ അടുത്ത് വിളിച്ചിരുത്തി. എന്നിട്ട് പറയുകയാണ്, നീ വാ ദുനൂബ എന്നല്ല പറയേണ്ടത്, മറിച്ച് അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജഅ ഇൻദി മിൻ അമലി എന്നാണ് പറയേണ്ടത്. എന്റെ ദോഷങ്ങൾ, ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയി, ഇനി എന്ത് ചെയ്യും എന്ന ചിന്തയല്ല വേണ്ടത്, ചിന്തയെ മാറ്റിവിടുകയാണ്. പിന്നെ എന്താ പറയേണ്ടത്? അല്ലാഹുവേ മഗ്ഫിറതുക, നിന്റെ പാപമോചനം, ഔസഉ മിൻ ദുനൂബി, എന്റെ ദോഷത്തെക്കാളും വിശാലമാണ് നിന്റെ പാപമോചനം, വറഹ്മതുക, നിന്റെ കാരുണ്യമാണ്, അർജ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, മിൻ അമലി, ഇന്ദി, എന്റെ അടുക്കൽ, മിൻ അമലി, ഞാൻ ചെയ്യുന്ന അമലിനേക്കാളും എന്റെ പ്രതീക്ഷ നിന്റെ കാരുണ്യത്തിലാണ്, എന്റെ ദോഷത്തെക്കാളും വിശാലമാണ് നിന്റെ മഗ്ഫിറത്ത് എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥനയാണ് നീ പറയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയാൻ പറഞ്ഞപ്പോൾ സഹാബി ഏറ്റു പറഞ്ഞു. അപ്പോ പറഞ്ഞു കഴിഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ഉദ്, വീണ്ടും പറയാൻ പറഞ്ഞു. അപ്പോ സഹാബി വീണ്ടും പറഞ്ഞു, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജഅ ഇൻദി മിൻ അമലി, വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. മൂന്നാമതും പറയാൻ പറഞ്ഞു. മൂന്നാമതും ഈ ദുആ പറഞ്ഞു കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദ് ഗഫറല്ലാഹു ലക, അല്ലാഹു തആല നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പാപമോചനം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന നല്ല മനോഹരമായൊരു പ്രാർത്ഥനയാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കറിയാം, മഗ്ഫിറത്തിന്റെ 10 അവസാനത്തെ ദിവസമാണ്. പരിശുദ്ധ റമദാൻ ഷരീഫിന്റെ ഓരോ നിമിഷങ്ങളിലും അല്ലാഹു തആല അടിമകൾക്ക് പാപമോചനം നൽകുന്നുണ്ട്, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റമദാൻ ഷരീഫിന്റെ ഇനിയുള്ളതായ ദിനരാത്രങ്ങളിലും മാത്രമല്ല, മറ്റുള്ളതായ റമദാൻ ഷരീഫിന് ശേഷവും നാം നിത്യമാക്കേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അല്ലാഹുവേ, നിന്റെ പാപമോചനം എന്നുള്ളത് എൻ്റെ ദോഷത്തെക്കാളും വിശാലമാണ്. എൻ്റെ അടുക്കൽ ഞാൻ പ്രതീക്ഷ വെക്കുന്നത് ഞാൻ ചെയ്യുന്ന അമലുകളല്ല, നിന്റെ റഹ്മത്താണ്, നിന്റെ കാരുണ്യമാണ്. ഈ അർത്ഥം വരുന്ന ഈ പ്രാർത്ഥന നാം ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അത് ഖൈറായിരിക്കും. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജഅ ഇൻദി മിൻ അമലി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളെല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഷരീഫോടുകൂടെ വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.